എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിലെ തിരുഹിതത്തിൻ്റെ 3-ാമത്തെ പദം നമ്മൾ ചിന്തിക്കാൻ പോകുന്നു. തിരുഹിതത്തിൻ്റെ ആലോചന പോലെ. 1-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം. അവനിൽ നാം അവകാശവും പ്രാപിച്ചു, തൻ്റെ ഹിതത്തിൻ്റെ ആലോചന പോലെ സകലവും പ്രവർത്തിക്കുന്നവൻ്റെ നിർണയപ്രകാരം. ഒന്നാമത് നമ്മൾ ചിന്തിച്ചു തിരുഹിതത്തിൻ്റെ പ്രസാദം. എന്തുവാണത്? ദൈവം മാനവകുലത്തിനു വേണ്ടി ഒരുക്കിയ ദൈവത്തിൻ്റെ രക്ഷാപദ്ധതി. രണ്ടാമത് നമ്മൾ ചിന്തിച്ചു 2 മെസ്സേജ്, ഇന്നലെയും മെനഞ്ഞാന്നും ആ മെസ്സേജ് നമ്മൾ ചിന്തിച്ചു. തിരുഹിതത്തിൻ്റെ മർമ്മം എന്താണത്? ദൈവസഭയാണെന്ന് നമ്മൾ ചിന്തിക്കാനിടയായി. 3-ാമത്തെ പദം തിരുഹിതത്തിൻ്റെ ആലോചന. എന്തുവാണ് തിരുഹിതത്തിൻ്റെ ആലോചന എന്ന് പറഞ്ഞാൽ? തിരുഹിതത്തിൻ്റെ ആലോചന എന്ന് പറഞ്ഞാൽ ആമേൻ അപ്പോസ്തോലികമായിട്ടുള്ള ഉപദേശങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ദൈവസഭയിൽ നമുക്ക് കുത്തഴിഞ്ഞ രീതി പോകാനായിട്ട് പറ്റത്തില്ല. ഒരു രാജ്യത്ത് നമ്മൾ പോകുമ്പോൾ അവിടുത്തെ നിയമങ്ങൾ അനുസരിക്കുക നമ്മൾ ബാധ്യസ്ഥരാണ് എന്ന് പറഞ്ഞതുപോലെ ദൈവസഭയ്ക്കകത്ത് ദൈവത്തിൻ്റെ ഹിതത്തിൻ്റെ ആലോചനയുണ്ട്, തിരുഹിതത്തിൻ്റെ ആലോചനയുണ്ട്. അത് ദൈവിക ഉപദേശങ്ങളാണ്. ഇന്ന് ഉപദേശം പറയുന്നവരെ ആർക്കും ഇഷ്ടമല്ല. പക്ഷെ ഞാൻ പറയാം, നമ്മളെ ക്രിസ്തു അനുരൂപിയാക്കുന്നത്, ക്രിസ്താനുരൂപിയാക്കുന്നത് ഇങ്ങനെയുള്ള പഠന പരമ്പരകളാണ്. ലേഖനങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോഴാണ് നമ്മുടെ അകത്തെ മനുഷ്യ ശക്തിയോടെ വളരുവാനായിട്ടിടയായിത്തീർന്നത്. ദൈവസഭ എങ്ങനെയാണ്, ദൈവസഭയെ നാം എങ്ങനെ ആയിരിക്കണം, ആമേൻ ഹല്ലേലൂയ, അതെല്ലാം പറയുന്നത് ലേഖനങ്ങളാണ്. ആമേൻ. ഭാവികാല പ്രത്യാശ നമുക്ക് തരുന്നത് ലേഖനങ്ങളില്ല. അതുകൊണ്ട് ലേഖനങ്ങളിലൂടെ ചേർത്ത് പഠിക്കാൻ കർത്താവ് നമുക്ക് കൃപ നൽകുകയാണ്. മടങ്ങി വരട്ടെ, തിരുഹിതത്തിൻ്റെ ആലോചന. ഉദാഹരണത്തിന് സുവിശേഷത്തിനകത്ത് സ്നാനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആധികാരികമായിട്ട് സ്നാനം എങ്ങനെയാണ്, സ്നാനപ്പെടേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്, യോഗ്യത എന്താണെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ലേഖനങ്ങളിലാണ്. അപ്പം ആ ഉപദേശം നമ്മൾ അനുസരിക്കുവാൻ ബാധ്യസ്ഥരാണ്. ആ ഉപദേശം നമ്മൾ സ്വീകരിക്കാൻ ബാധ്യസ്ഥരാണ്. നമ്മളതനുസരിച്ചാൽ നിശ്ചയമായിട്ട് നമുക്കത് അനുഗ്രഹമായിട്ട് മാറാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് തിരുഹിതത്തിൻ്റെ ആലോചന പോലെ, തിരുഹിതത്തിൻ്റെ ആലോചന പോലെ. ആ വാക്യം ഒന്നുകൂടെ ഞാൻ വായിക്കാം. തൻ്റെ ഹിതത്തിൻ്റെ ആലോചന പോലെ സകലവും പ്രവർത്തിക്കുന്നവൻ്റെ നിർണയപ്രകാരം മുൻനിയമിക്കപ്പെട്ടത് മുമ്പ് കൂട്ടി ക്രിസ്തുവിൽ ആശ വെച്ചവരായ നിങ്ങൾ അവൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കാകേണ്ടതിന്. ആ പദം ശ്രദ്ധിച്ചോ, മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കാകേണ്ടത്. ഇപ്പോൾ ദൈവം തൻ്റെ ആലോചനയൊക്കെ നമ്മളോട് അറിയിച്ച് നമ്മളെ തേച്ച് മെഴുക്കി കഴുകി വൃത്തിയാക്കി ഈ ഒരു മാർഗത്തിൽ നമ്മളെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് ഇവിടെ നമ്മളെ നിർത്താനല്ല, മഹത്വത്തിൻ്റെ പുകഴ്ചയാകേണ്ടതിന്. മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കാകേണ്ടതിന്. സ്തോത്രം. അതുകൊണ്ട് എന്നെ ദൈവം വിളിച്ചത് തൻ്റെ മഹത്വത്തിനു വേണ്ടിയാണെന്നുള്ള ആ ബോധ്യത്തോടെ ഓരോ ദിവസവും നമ്മൾ ജീവിക്കാൻ തുടങ്ങിയാലുണ്ടല്ലോ, നമ്മുടെ ലൈഫ് ഏറ്റവും ഫ്രൂട്ട്ഫുള്ളായിട്ട് മാറും, നമ്മുടെ ജീവിതം ഏറ്റവും അനുഗ്രഹമായി മാറും. അതേ പ്രിയരെ, മരണമെന്ന് പറയുന്നത് നിത്യതയിലേക്കുള്ളൊരു പാസ്പോർട്ടാണ് കേട്ടോ, മറക്കരുത്. അതുകൊണ്ട് ഓരോ ദിവസവും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊണ്ട് തിരുഹിതത്തിൻ്റെ ആലോചന പോലെ, ആലോചനയായി ലേഖനങ്ങളിലകത്തെല്ലാം പറഞ്ഞേക്കുന്നു, അതനുസരിച്ച് ജീവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, അങ്ങ് നൽകുന്ന ഉപദേശങ്ങളിലൂടെ ഞങ്ങൾ കൈക്കൊള്ളുന്നവരായി മാറുവാൻ, സ്വീകരിക്കുന്നവരായി മാറുവാൻ ഞങ്ങളൊക്കെ സഹായിക്കണം. ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും ദൈവജീവൻ പകർന്നാട്ട്, ദൈവാനുഗ്രഹം കൽപ്പിച്ചാട്ട്, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.